നമ്മളെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളെ ആരോഗ്യം നോക്കാൻ ഇത്തരം മൾട്ടിനാഷണൽ കമ്പനികൾ കച്ചവടം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏത് ബ്രാൻഡോ എന്ത് ബിസ്ക്കറ്റോ ഫുഡ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു ന്യൂട്രീഷണൽ ലേബൽ ഉണ്ടാവും. അതുപോലെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഉണ്ടാവും. ആ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ വരുന്ന കണ്ടന്റുകളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല നമ്മൾ ഏറ്റവും കൂടുതലുള്ള കണ്ടന്റുകളാണ് അത് ഇങ്ങനെ ഓർഡറിൽ വരിക. ജനറലി നമ്മളൊരു ബിസ്ക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഇപ്പോൾ ഇതിൽ കാണുന്നത് റിഫൈൻഡ് വീറ്റ് ഫ്ലോർ അതാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. എപ്പോഴും റിഫൈൻഡ് വീറ്റ് ഫ്ലോർ എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകാതിരിക്കാനാണ് അങ്ങനെ കൊടുക്കുന്നത്. അത് ബേസിക്കലി മൈദയാണ്. പിന്നെ ഷുഗർ ആണ് ഇതിൽ സെക്കൻഡ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഫ്രാക്ഷനൈസ്ഡ് ഫാറ്റ്, പിന്നെ പാം ഓയിൽ, കൊക്കോ സോളിഡ്സ്, പിന്നെ നമ്മളിപ്പം ആൽമണ്ട് ആഡഡ് അല്ലെങ്കിൽ കാഷ്യൂ ആഡഡ്, സാഫ്രൻ്റെ ഒക്കെ ലേബിളുള്ള ബിസ്ക്കറ്റ് ബ്രാൻഡുകളൊക്കെ പറ്റി നമുക്കിപ്പോൾ ആഡുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മിയർലി അതിൻ്റെയൊക്കെ നാച്ചുറൽ ഐഡൻറ്റിക്കൽ സബ്സ്റ്റൻസുകളാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. ആ ഫ്ലേവർ സിമിലർ ടു ഫ്ലേവർ കണ്ടൻറ്റ്. ഒരിക്കലും അതിൻ്റെ ഒറിജിനൽ കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളെ ആരോഗ്യം നോക്കാൻ ഇത്തരം മൾട്ടിനാഷണൽ കമ്പനികൾ കച്ചവടം ചെയ്യുന്നില്ല. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം പ്രോസസ്ഡ് ആയിട്ടുള്ള അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ യങ് ജനറേഷനിലും നമ്മളെ ജനറേഷനിലും അതുപോലെ പ്രായമായുള്ള ഭക്ഷണ രീതികളിൽ നിന്ന് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം.